ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് സംഖ്യകളുടെ GCD അഥവാ ഉസാഗ കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് GCD അഥവാ ഉസാഗ എന്നാൽ എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് വിളിക്കുന്നു. അതുപോലെ മലയാളത്തിൽ ഉത്തമ സാധാരണ ഘടകം എന്ന് വിളിക്കുന്നു. ഇതിനെ ഇംഗ്ലീഷിൽ ഷോർട്ട് ഫോമായി GCD എന്നും മലയാളത്തിൽ ഉസാഗ എന്ന് വിളിക്കുന്നു. സോ ആക്ച്വലി ഉസാഗ എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ അടുത്ത് രണ്ട് സംഖ്യകളുണ്ടെന്ന് നോക്കുക. 8 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, അതുപോലെ 12 എന്ന് പറയുന്ന സംഖ്യകളുണ്ട്. സോ നമ്മൾ ഈ രണ്ട് സംഖ്യകളിൽ ഈ സംഖ്യകളുടെ പൊതു ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകത്തെയാണ് നമ്മൾ ഉസാഗ എന്ന് പറയുന്നത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സോ നമ്മളിവിടെ 8 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കൊണ്ട് 8നെ ഹരിക്കാം, അതുപോലെ 2 കൊണ്ട് 8നെ ശിഷ്ടമില്ലാതെ ഹരിക്കാം, അതുപോലെ 4 കൊണ്ട് 8നെ ശിഷ്ടമില്ലാതെ ഹരിക്കാം. പിന്നെ വരുന്നത് 8 ആണ്. സോ ഈ 4 സംഖ്യകൾ കൊണ്ട് നമുക്ക് 8നെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയും. സോ അതുപോലെ 12നെ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം നോക്കാം. സോ 1 കൊണ്ട് ഹരിക്കാം, അതുപോലെ 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം, അതുപോലെ 12 കൊണ്ടും ഹരിക്കാം. സോ ഈ രണ്ട് സംഖ്യകളുടെ പൊതു ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സോ ഇതിൽ രണ്ടിലും ഉള്ളത് 1, 2, 4 എന്നിവയാണ്. സോ 1, 2, 4 എന്നിവയാണ് ഈ രണ്ട് സംഖ്യകളുടെ പൊതു ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ പൊതു ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകമായ ഈ 4നെയാണ് നമ്മൾ ഉസാഗ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി എന്ന് കരുതുന്നു. സോ നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെ ഉസാഗ കാണുന്നതിനുള്ള അഥവാ GCD കാണുന്നതിനുള്ള C പ്രോഗ്രാമിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി രണ്ട് നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, N1, N2. ശേഷം മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു രണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നതിനുള്ള. ശേഷം ഞാൻ സ്കാൻഫ് ഉപയോഗിച്ച് അത് ഈ N1, N2 സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ N1, N2 നമ്മുടെ രണ്ട് സംഖ്യകൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഉസാഗ കാണുന്നതിനുള്ള അഥവാ GCD കാണുന്നതിനുള്ള പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്കൊരു രണ്ട് വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഇൻറ്റ് I എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് ഫോർ ലൂപ്പിന് വേണ്ടി. അതുപോലെ GCD എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം നമുക്ക് ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ലൂപ്പ് I = 1. ശേഷം നമ്മൾ I <= N1. സോ നമ്മൾ ഫോർ ലൂപ്പിനുള്ളിൽ I എന്ന് പറയുന്നത് N1-നേക്കാളും കുറവോ അല്ലെങ്കിൽ N1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് I എന്ന് പറയുന്നത് <= N2 ആണോ എന്നും ചെക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു I++. ശേഷം നമ്മളൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ഈ N1-നെയും N2-നെയും ഈ I കൊണ്ട് ഹരിക്കുന്നു. സോ ഹരിച്ചിട്ട് അതിൻ്റെ ശിഷ്ടം 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമ്മൾ ആദ്യമായി N1-ൻ്റെത് ചെക്ക് ചെയ്യാം. N1 | I = 0. സോ നമ്മൾ ശിഷ്ടം കാണുന്നതിന് റിമൈൻഡർ കാണുന്നതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് പെർസെൻറ്റേജ് സൈനുള്ള മോഡുലസ് എന്ന് പറയുന്നത്. അതുപോലെ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് N2 | I = 0. ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നു. രണ്ടും 0 ആണെങ്കിൽ നമ്മൾ GCD എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ I എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 മുതൽ ഈ പൊതുഘടകങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയും അവസാനമായി ഈ 4 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ മാത്രം ഈ GCDയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ലൂപ്പ് പ്രവർത്തിച്ച് അവസാനം എത്തുമ്പോൾ ഈ 4 എന്ന് പറയുന്ന വാല്യൂ മാത്രം ഈ GCDയിൽ സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിനി ഇത് പ്രിൻറ്റ് ചെയ്യാം. printf GCD of %d and %d is %d. സോ ആദ്യത്തെ %d എന്ന് പറയുന്നത് N1 ആണ്. N1, രണ്ടാമത്തത് N2 ആണ്, മൂന്നാമത്തത് GCD ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമ്മളോട് ആദ്യത്തെ രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ നമുക്കിവിടെ 8, 12 എന്ന് പറയുന്ന രണ്ട് നമ്പർ എൻ്റർ ചെയ്യാം. ഞാൻ ആദ്യമായി ഇവിടെ 8, രണ്ടാമതായി 12 എന്ന് എൻ്റർ ചെയ്യുന്നു. നമുക്കിവിടെ റിസൾട്ട് കിട്ടുന്നു. GCD of 8 and 12 is 4. സോ നമുക്കിവിടെയും കിട്ടിയത് 4 ആണ്. സോ അതുപോലെ നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് മറ്റു രണ്ട് സംഖ്യകൾ എൻ്റർ ചെയ്ത് നോക്കാം. ഞാനിവിടെ 10 അതുപോലെ 20 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ 10ൻ്റെയും 20ൻ്റെയും GCD എന്ന് പറയുന്നത് 10 ആണ്.
മറ്റൊരു സംഖ്യ കൂടി എൻ്റർ ചെയ്യാം. 12 അതുപോലെ 16 എൻ്റർ ചെയ്യുന്നു. 12ൻ്റെയും 16ൻ്റെയും GCD എന്ന് പറയുന്നത് 4 ആണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു സംഖ്യയുടെ ഉസാഗ കണ്ടുപിടിക്കുന്നതിന് അഥവാ GCD കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇത്തരത്തിൽ ഒരു C പ്രോഗ്രാം ചെയ്യാവുന്നതാണ്.